കുറേ വീടിന്റെ മുന്നിൽ കൂടിയും പിന്നെ കുറേ വീടിന്റെ ബാക്ക് കൂടിയും മൗലാനന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. കൂട്ടുകാരെ, വെസ്റ്റ് ബംഗാളിൽ നിന്നും ഹബീബാണ്. എങ്ങോട്ട് പോകുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പോകാൻ ഒരു സ്ഥലമില്ല. അപ്പോഴാണ് മൗലാന വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ആക്ടീവന്റെ ബാക്കിൽ ചാടിക്കയറി. മൗലാന നമ്മളെ ചങ്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഞാൻ മുഖത്തൊക്കെ അല്ല പോലെ ചിരിക്കും. മൗലാനന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട്. എന്നാലും വേണ്ടിയില്ല, ഇപ്രാവശ്യം ഒന്ന് വീട് എടുക്കാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ വീടൊക്കെയാണ് നമ്മൾ കാണേണ്ടത്, അറിയേണ്ടതും. നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ വീട് ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെ നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതിന്റെ ചുമര് തട്ടുമ്പോഴുള്ള സൗണ്ട് കേട്ടങ്ങള് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതിന്റെ പുറമെ ചാണകം പൂശിയിട്ട് പിന്നെ അതിന്റെ മേലെ കളർ ചെയ്താണ്. നമ്മൾ ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ പഴയകാല ബംഗാളിന്റെ വീടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് കേൾക്കാം. എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയോടൊത്തൊരു ബന്ധമാണ്. അതായത് ചുവന്ന മണ്ണുകൊണ്ട് പണിത ചുമരുകൾക്ക് പുറമെ വീടിന്റെ ഘടനയിൽ നമുക്ക് എല്ലായിടത്തും മുള കൊണ്ട് കാണാൻ കഴിയും. അതിന്റെ ചുമരുകളൊക്കെ മുള കൊണ്ടുള്ളതാണ്. ഇതാ ഈ വീടിന്റെ ചുമര് നോക്കിയാൽ ഫുൾ എന്താണ്, മുള തന്നെയല്ലേ. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ കല്ലും അതുപോലെ തന്നെ ഇഷ്ടികൊക്കെ ഉണ്ട്. എന്തായാലും വീടിന്റെ അകത്ത് തന്നെ അത് അരി വെക്കുന്ന സാധനമാണ് മൗലാന പറഞ്ഞത്. പിന്നെ പോകാൻ നേരത്താണ് എന്താ കോഴിക്കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. കോഴിക്കുട്ടി മാത്രമല്ല കേട്ടോ, ഒരു തള്ളയുണ്ട്. ഇത് മൗലാന്റെ ജ്യേഷ്ഠന്റെ റൂമാണ്, ഒരു ഫാമിലി താമസിക്കുന്ന റൂമാണ്. ഉത്തരേന്ത്യയിൽ അങ്ങനെയാണ്, ഒരു കുടുംബത്തിന് ഒരു റൂം അങ്ങനെയാണ് കൊടുക്കല്. തൊട്ടടുത്ത് തന്നെ മൗലാനയുടെ പുതിയ വീടുണ്ട്. പുതിയ വീട് എന്ന് പറഞ്ഞാൽ ആ ചുമരുകളൊക്കെ തേച്ചിട്ടുണ്ടെങ്കിലും മുള കൊണ്ട് തന്നെയാണ് ഇപ്പോഴും വാർപ്പുള്ളത്. ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ വലിയ മോശമായതുകൊണ്ട് അവർക്ക് മറ്റൊരു വീടെടുത്ത് മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് കൂട്ടുകുടുംബമായിട്ടാണ് ഏകദേശം എല്ലാവരും കഴിയുക. ബംഗാൾ വിശേഷങ്ങൾ അറിയാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.